ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിരിക്കുമ്പോഴാണ് ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് വന്നത് എൻ്റെ യൂണിഫോം വന്നിട്ടുണ്ടെന്ന്. ഏതായാലും ഇന്ന് ഉമ്മാൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് എൻ്റെ സ്കൂളിലേക്കാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, നല്ല നല്ല വീഡിയോസൊക്കെ ഇനി ഉള്ളതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് വീഡിയോ ഒന്നും ഇടില്ല. സംഭവം അവർക്ക് ക്യാമറ വരാൻ താല്പര്യമില്ലെങ്കിലാ. ഗൈസ്, ഈ വളവും കൂടി കഴിഞ്ഞാൽ എൻ്റെ സ്കൂളാണ്. അങ്ങനെ സ്കൂളിലേക്ക് ഇതാ കയറ്റുന്നു. യൂണിഫോം ലൈബ്രറിൻ്റെ മേലാണ്. ഗൈസ്, ഈ കാണുന്ന 9 ED എൻ്റെ ക്ലാസ്. പിന്നെ എൻ്റെ കൂടെ കസിൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയി. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ തിരൂർക്ക് പോയി. തിരൂർ ഞങ്ങൾക്ക് പോകാനുള്ള ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ കസിന് ചെന്നൈയിൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ ഗൈസ്, അവൻ്റെ പേര് അയാൻ എന്നാണ്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഞാൻ അവനെ കാണിക്കും. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഞങ്ങൾക്ക് തിരൂർക്ക് പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ടെന്ന്. അപ്പോൾ ആ എൻഗേജ്മെൻറ്റിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഗൈസ്, അതാ കാണുന്നു നമ്മളെ തിരൂരത്തെ ലുലു മാള്. അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇനി അവിടെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ ഈ റൂട്ടിൽ കൂടെ പോയപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വേണ്ടി വിചാരിച്ചു. ഗൈസ്, പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫാമിലിക്കാണ്. ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ ഗോൾഡൻ കപ്പിൽ പോയി. അവിടുന്ന് ഉമ്മാക്ക് ഓർണമെൻറ്റ്സ് നോക്കണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ വീഡിയോയിൽ ആ കുനാഫ കഴിച്ചപ്പോൾ കസിൻക്ക് ആ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ കൊണ്ട് അങ്ങോട്ട് പോയി.
സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം. MES സ്കൂളിൻ്റെ നേരെ ആ റൂട്ടിന് പോയാൽ MES സ്കൂളൊന്നും എത്തണ്ട, അതിൻ്റെ കുറച്ച് അവിടെ എത്തിയാൽ അവിടെ ഷോപ്പ് കാണാം. എല്ലാവരും കയറി നോക്കിയാൽ. പിന്നെ ഞങ്ങൾ അവിടുന്ന് 2 വെറൈറ്റി കുനാഫ മേടിച്ച്, ഒന്ന് എൽനീൻ്റെതും ഒന്ന് ചോക്ലേറ്റിൻ്റെതും. പിന്നെ അന്നത്തെ മാതിരി അത്ര ആൾക്കാരൊന്നും ഇല്ലേന്ന്. അവിടെ ഞങ്ങൾ പോയപ്പോൾ അന്നത്തേന് അത്ര തിരക്കില്ലായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ നേരെ വണ്ടി വെച്ച്. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബാക്കി നാളെ. അസ്സലാമു അലൈക്കും.